പ്രത്യേകിച്ച് അപർണയുടെ കഥാപാത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം രായൻ എന്ന് പറഞ്ഞ ചിത്രം തമിഴിൽ ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കുന്നു. അടുത്ത മലയാളത്തിൽ കിഷ്കിന്ദ കാണ്ഡം, അതിനു മുമ്പ് ദേശീയ അവാർഡ് നേരുന്നു. അപ്പൊ ഒരു റോൾ സെലക്ട് ചെയ്യുമ്പോഴേക്കും അപർണയെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി അത് സ്വന്തമായിട്ട് അത് വേണോ തോന്നലുകൾ കുറച്ചും കൂടി ഒരു ഇതായിട്ട് തോന്നുന്നുണ്ട്, ഒരു പ്രതിബദ്ധമായിട്ട് തോന്നുന്നുണ്ട്. ഇത് ഇങ്ങനെ എടുക്കണോ വേണ്ടെന്നുള്ളത് കുറച്ചും കൂടി ചൂസി ആയിട്ടുണ്ടോ? ചൂസി ആയിട്ടുള്ളത് ഏറ്റവും മെയിൻ ആയിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഞാനത് ചെയ്താൽ ഓക്കെ ആയിരിക്കോ ഇല്ലയോ എന്നുള്ളതാണ് മെയിൻ ക്വസ്റ്റ്യൻ. വേറെ ഒന്നും അതിനുള്ളൊരു ക്രൈറ്റീരിയ ഒന്നുമല്ല. നമ്മൾക്കൊരു കഥ കേൾക്കുമ്പോൾ നമുക്ക് അറിയാലോ നമ്മൾ ആ ക്യാരക്ടർ ചെയ്താൽ നല്ലതായിരിക്കും. ചിലപ്പോൾ അത് ചാലഞ്ചിങ് ആയിരിക്കും, അങ്ങനെയും ആവാം. നമ്മളിപ്പം എന്താ പറയുക, നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടൊരു ക്യാരക്ടർ ട്രൈ ചെയ്യാം ചിലപ്പം. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആ ഒരു മൊത്തം കഥയും എല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് എനിക്ക് കൂടുതൽ എന്താ പറയുക സന്തോഷം ഒരു സിനിമയുടെ ഭാഗമാവും. എനിക്കിപ്പം ഭയങ്കര നല്ല ക്യാരക്ടർ ഉണ്ട്, പക്ഷെ ഇപ്പോൾ മൊത്തത്തിലുള്ള സ്റ്റോറി എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അത് കമ്മിറ്റ് ചെയ്യില്ല. അത് എനിക്ക് സിനിമ ആസ് സച്ച് വർക്ക് അവിടെ ഇപ്പോൾ കിഷ്കിന്ദ കാണ്ഡം ഞാൻ കമ്മിറ്റ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ക്യാരക്ടർ അവർ നെറേറ്റ് ചെയ്ത രീതിയാണെങ്കിലും ആ ക്യാരക്ടർ ഒന്നും അല്ല നമ്മൾ നോക്കുന്നത്, നമ്മൾ അവരുടെ കൂടെ ട്രാവൽ ചെയ്യാണ്. സ്റ്റോറി വാസ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ആ സ്റ്റോറിയുടെ ഭാഗമാവണം എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കിഷ്കിന്ദ കമ്മിറ്റ് ചെയ്തത്. അപ്പം നമുക്ക് അങ്ങനെ ഓരോന്നിനും ഓരോ പോലെയാണ്. അപ്പം ഞാൻ മെയിനായിട്ട് പക്ഷേ സിനിമ ആസ് എ ഹോളാണ് ഞാൻ എപ്പോഴും കാണുന്നത്. അപർണ എങ്ങനെയാണ് ഇപ്പൊ എന്താ പറയുക, അദ്ദേഹം ആദ്യമായിട്ടാണ് സംവിധാനം ചെയ്തത് ഈ ഒരു കഥ, ഇതിലേക്ക് വന്നപ്പോഴേക്കും ഫൈനലി പ്രോഡക്റ്റ് കണ്ടിട്ടുണ്ട്, പൂർണ്ണമായി കണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ഷൂട്ടിംഗ് പ്രോസസ്സ് കഴിഞ്ഞപ്പോൾ എന്താണ് ഈ സിനിമയെ കുറിച്ച്? എനിക്ക് കണ്ടെടുത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത്, ഫസ്റ്റ് പിച്ച് ഡെക്ക് കാണിച്ചപ്പോൾ എന്താണോ ജിഷോ ചേട്ടൻ കിരൺ ചേട്ടനാണേലും അത് എന്ത് കൺവേ ചെയ്യാനാണ് ഉദ്ദേശിച്ചത് അത് അതേ ഒരു മൂഡിൽ അതേ ഒരു ലെവലിൽ അവർക്ക് അത് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് മ്യൂസിക് ആണെങ്കിലും കാണാനുള്ള വിഷ്വൽസ് ആണെങ്കിലും എല്ലാ രീതിയിലും ആ ഒരു ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളത് എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പം അത് ഭയങ്കര നന്നായിട്ട് തന്നെ അത് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കിപ്പോൾ ട്രെയിലറാണെങ്കിലും ടീസറാണെങ്കിലും അതിൻ്റെ മ്യൂസിക്കൊക്കെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ട് മലയാളത്തിൽ അങ്ങനത്തെ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മ്യൂസിക് സ്റ്റൈലോ ഒന്നും. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം. കാരണം ആദ്യം എന്താണോ ആ ക്ലാരിറ്റി അവർക്കുള്ളതുകൊണ്ട് അത് ആ കറക്റ്റ് ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് വന്നിട്ടുണ്ട് സിനിമയിൽ എന്നുള്ളത്. ഓക്കെ.